നമസ്കാരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ കേന്ദ്രത്തോട് നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ച് സുപ്രീം കോടതി. പരീക്ഷാ ക്രമക്കേടിൽ എത്ര വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്, അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, കഴിഞ്ഞ വർഷങ്ങളിൽ ഉയർന്ന മാർക്ക് നേടിയവരുടെ എണ്ണം എത്ര തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങളാണ് കോടതി ചോദിച്ചത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കേണ്ട സാഹചര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ് ഹർജികളിൽ വാദം കേൾക്കുന്നത്. പുനഃപരീക്ഷയിൽ എതിർപ്പുമായി 254 ഹർജികളാണ് കോടതിക്ക് മുൻപിലുള്ളത്. അതേസമയം ക്രമക്കേട് എല്ലാ വിദ്യാർത്ഥികളെയും ബാധിച്ചു എന്ന് തെളിഞ്ഞാൽ മാത്രമേ പുനഃപരീക്ഷ നടത്താൻ കഴിയുകയുള്ളൂവെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Entertainment makes information. That's SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.